നൂറ്റാണ്ടുകൾ വർഷം പഴക്കമുള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പോയിട്ട് അവിടെ ഖനനം നടത്തുകയാണ്. അവിടെ ബോറിംഗ് നടത്തി ഭൂമി ആഴത്തിൽ കുഴിച്ചിട്ട് അവർ തെളിവുകൾ എടുക്കുകയാണ്. ഈ തെളിവുകൾ എടുക്കുമ്പോൾ വേദപുസ്തകം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അത് അക്യുറേറ്റ് ആണ്, സത്യമാണ്. ഈ അടുത്ത സമയത്ത് നിങ്ങളത് വായിച്ചോന്ന് എനിക്കറിയത്തില്ല, ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചത്. ഈ അടുത്ത സമയത്ത് ബിബ്ലിക്കൽ ആർക്കിയോളജിസ്റ്റ്, ആ ശാസ്ത്രജ്ഞന്മാര് അവര് ജെറിക്കോവിൽ നടന്ന സംഭവം സത്യമാണെന്ന് തെളിയിച്ചു. അതിനെക്കുറിച്ച് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു നദി കടന്ന് വേണം ഇങ്ങോട്ട് വരാൻ. അത് 27 അടി നീളമാണ്, 9 അടി താഴ്ച. സാധാരണക്കാർക്കൊന്നും, ഇനി കുഞ്ഞുകുട്ടികളില്ലേ, ഇൻഫാൻസ് ആൻഡ് ചിൽഡ്രൻ അവിടെ എഴുതിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളുമുണ്ട്, പ്രായമുള്ളവരുമുണ്ട്. ഇവർക്കും പറ്റുമോ? ഇല്ല. ദൈവം തൻ്റെ ജനത്തെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ജെറിക്കോവിൻ്റെ അധികാരികൾ നദി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് നാച്ചുറൽ അല്ല, ശത്രുവിനെ അകത്തളത്തിലേക്ക് വിടാതെ വണ്ണം ശത്രുവിനെ തടയാൻ ഒന്നാമത്തെ ബാരിക്കേഡാണത്. ആ ഒന്നാമത്തെ ബാരിക്കേഡ് കഴിഞ്ഞ് വേണം രണ്ടാമത്തെ മതിലിലേക്ക് വരാൻ. ഇത് ബാരിക്കേഡ് കഴിഞ്ഞിട്ട് വേണം, ഇതിനകത്ത് ഭരണാധികാരികളുടെ ഭവനമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം രണ്ടാമത്തെ മതിലിലേക്ക് പോകാൻ. ഇതിന്റെ അപ്പുറത്തെ കനാൻ. മതില് വീണെന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങണം ഒന്നാമത്തെ ബാരിക്കേഡ്. അത് തകരാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ ദൈവം പറഞ്ഞു, ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ വഴിമാറുമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം.